നമസ്കാരം. ഇനിയൊരു ഒക്ടോബർ 7 ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു അമേരിക്കൻ ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ തങ്ങൾക്ക് മുന്നിൽ മറ്റൊരു പോംവഴിയുമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അമേരിക്കൻ സർക്കാരുമായും പ്രത്യേകിച്ച് പ്രസിഡന്റ് ജോ ബൈഡനുമായും എന്തെങ്കിലും കാര്യങ്ങൾ അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ അത് ഉടൻ പരിഹരിക്കും എന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് അമേരിക്ക നേരത്തെ വിൽപ്പന നടത്തിയിരുന്ന ആയുധങ്ങൾ റഫായിലെ സാധാരണ ജനങ്ങൾക്ക് മേൽ പ്രയോഗിക്കുമെന്ന സംശയത്താൽ അത് തൽക്കാലം അത് അയക്കുന്നത് നിർത്തിവെക്കാൻ പ്രസിഡന്റ് ബൈഡൻ ഉത്തരവിട്ടിരുന്നു. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരിക്കാം അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു മറുപടി നൽകിയത്. ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്ന തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരു കാരണവശാലും ഇനി പിന്നോട്ട് പോവുകയില്ല എന്നാണ് ഈ അഭിമുഖത്തിലുടനീളം നെതന്യാഹു പറയുന്നത്. US പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ച് നെതന്യാഹു പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും ശക്തമായ യോജിപ്പുണ്ട്, അതുപോലെ തന്നെ ചില കാര്യങ്ങളിലാകട്ടെ ഞങ്ങൾ തമ്മിൽ വിയോജിപ്പുമുണ്ട്. എന്നാലും താൻ പ്രതീക്ഷിക്കുന്നത് ഹമാസിനെ ഇല്ലാതാക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണ ബൈഡൻ ഇസ്രായേലിന് നൽകും എന്ന് തന്നെയാണ് എന്നാണ് ഇപ്പോൾ നെതന്യാഹു പറയുന്നത്. ഹമാസിനെ തങ്ങൾ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്തില്ലെങ്കിൽ അവർ വീണ്ടും പൂർവ്വാധിക ശക്തിയോടെ തിരിച്ചു വരും എന്ന് ഈ അഭിമുഖത്തിൽ നെതന്യാഹു പറയുന്നു. അവർ ഇപ്പോൾ കുഴിച്ചിട്ടിട്ടുള്ള ഭൂഗർഭ തുരങ്കങ്ങളിൽ നിന്നും മറ്റും അവരെല്ലാം വീണ്ടും പുറത്തു വരുമെന്നും ഒക്ടോബർ 7 ഇനിയും ആവർത്തിക്കും എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഒക്ടോബർ 7 ആവർത്തിക്കാൻ തങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നാണ് നെതന്യാഹു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. റഫായിലെ തങ്ങളുടെ സൈനിക നടപടിയെ ന്യായീകരിച്ച നെതന്യാഹു അവിടെ ഹമാസിൻ്റെ 4 ബറ്റാലിയനുകൾ പ്രവർത്തിക്കുന്ന കാര്യം വീണ്ടും ചൂണ്ടിക്കാട്ടി. ഇവയും കൂടെ തീർത്തും ഉന്മൂലനം ചെയ്തില്ലെങ്കിൽ തീർച്ചയായും അവർ വീണ്ടും തങ്ങളുടെ രാജ്യത്തിന് നേർക്ക് ആക്രമണം നടത്തും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു നടപടി സ്വീകരിച്ചതെന്നും അവിടെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള സാധാരണക്കാർ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകില്ലെന്നും വീണ്ടും പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതേസമയം അമേരിക്ക ആകട്ടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇസ്രായേലിന് ആയുധങ്ങൾ നേരത്തെ ഏറ്റിരുന്ന ബോംബ് ഉൾപ്പെടെയുള്ളവ നൽകിയില്ലെങ്കിൽ പോലും ഇസ്രായേലിനെ ഒരു കാരണവശാലും കൈവിടില്ല എന്നാണ് പൊതുവെ അമേരിക്കൻ സർക്കാരിലെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിനെ തങ്ങൾ തീർത്തും കൈവിട്ടു എന്ന് ബോധ്യമായാൽ ഹമാസും ഹിസ്ബുള്ളയും ഹൂതി ഉൾപ്പെടെയുള്ള തീവ്രവാദികൾ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നും അവർ ലോകത്തിന് ഒരുപാട് നാശങ്ങൾ വരുത്തിവെക്കും എന്നാണ് അമേരിക്കൻ സർക്കാർ വൃത്തങ്ങൾ ഇപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്ക നൽകാനുള്ള അതിപ്രഹരശേഷിയുള്ള ബോംബുകൾ ഇസ്രായേൽ റഫായിലെ സാധാരണ ജനങ്ങൾക്ക് മേൽ പ്രയോഗിക്കും എന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ് തങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ആയുധങ്ങൾ അവിടേക്ക് അയക്കുന്നത് നിർത്തിവെച്ചത് എന്നാണ് അമേരിക്കൻ സർക്കാർ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. അവിടെ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ കരയുദ്ധം തന്നെയാണ് ഏറ്റവും നല്ലത് എന്നും നേരത്തെ അമേരിക്ക ഇസ്രായേലിനെ ഉപദേശിച്ചിരുന്നു. അതല്ലാതെ വ്യോമാക്രമണം നടക്കുമ്പോൾ സാധാരണക്കാരായ നിരപരാധികളായ ആയിരങ്ങൾ കൊല്ലപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഇസ്രായേൽ തന്നെ അല്ലെങ്കിൽ അമേരിക്ക പോലും ഒരുപക്ഷെ ഇതിൻ്റെ കുറ്റം ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ജോ ബൈഡൻ ഇസ്രായേലിന് അമേരിക്ക വൻതോതിൽ ആയുധം നൽകി എന്ന പേരിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വിമർശനം നേരിടുന്ന കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു കർശന നിലപാടിലേക്ക് ഇപ്പോൾ ജോ ബൈഡൻ പോയത്. ഏതായാലും അമേരിക്കൻ ടെലിവിഷൻ ചാനലുമായി നടത്തിയ അഭിമുഖത്തിലുടനീളം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുമായുള്ള തൻ്റെ ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വാചാലനാവുകയും ഹമാസിനെ ഇല്ലായ്മ ചെയ്യാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങൾക്ക് സഹായം നൽകുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത്.